ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പം ബ്രദറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രദറും ഒക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബ്രദറൊക്കെ ഈ പ്രാവശ്യം വന്നതിനൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഉദ്ദേശം എന്താണെന്നുള്ളത് വഴിയുള്ള വീഡിയോയിൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം കണ്ടാൽ മനസ്സിലാവും ഫുൾ ക്രിസ്മസിൻ്റെ ഒരു വൈബാണ്. അപ്പോൾ നേരെ നമ്മൾ എടപ്പള്ളിയിലെത്തിയപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങി. പക്ഷേ ഭാഗ്യത്തിന് മൂവിങ് ട്രാഫിക് ആയിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ലുലുവിൻ്റെ അവിടെ എത്തുമ്പോൾ ഉള്ളൊരു തിരക്കായിരുന്നു അത്. മാത്രമല്ല ക്രിസ്മസ് ആണ്, കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് തന്നെ റോഡിൽ കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും. ലുലുവിൽ ഫുള്ളൊരു വൈബാണ്. ഞാൻ തലേ ദിവസം രാത്രിയിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ പകലായതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും വീഡിയോയിലൂടെ ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് പോകാറുള്ളൊരു ബേക്കറി ഉണ്ട്, കാലൂർ കടവന്തര, കുറച്ചുള്ളിലായിട്ടാണ്. ഒരുവിധമുള്ളവർക്കൊക്കെ അറിയായിരിക്കും, കാലിക്കറ്റ് ഹൽവ ആൻഡ് ബേക്കറി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ സ്നാക്സും സ്വീറ്റ്സും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ പോയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ നേരെ നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോയത്. കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ പ്ലം കേക്ക്സ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ പ്ലം കേക്കൊക്കെ തന്നെ മേടിച്ചു. പിന്നെ കുറച്ച് ബൾക്കായിട്ട് നമുക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്നാക്സ് എല്ലാം അതിലെടുത്തതിന് ശേഷം നമുക്ക് ബില്ല് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് പോത്തീസിലേക്കാണ്. പോത്തീസിൽ പോകുമ്പോൾ റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഫുൾ ക്രിസ്മസിൻ്റെ ഒരു വൈബാണ്. എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു പോത്തീസിൽ, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആളുകൾ അതിനുവേണ്ടിയുള്ള ഷോപ്പിങ്ങിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പോത്തീസിലും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതുപോലെ ഞാനുമായി നേരെ ലേഡീസിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ഈ സമയം ബ്രദറും വൈഫും ഒക്കെ വേറൊരു ഏരിയയിലേക്ക് പോയി. എന്നിട്ട് നമ്മൾ രണ്ട് കൂട്ടരും കൂടി പിന്നെ മീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എല്ലാ ഫ്ലോറിലും ഇതേപോലെ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഫ്ലോറിൽ പോകുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ളത് അവർ സെറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞാൻ നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ കുട്ടികളുടെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഇതേപോലെ സാന്താക്ലോസിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ടോയ്സൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ 3 പേരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെയെല്ലാം നടന്ന് ടോയ് സെക്ഷനൊക്കെ ഒന്ന് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ ആ ഫ്ലോറിൽ നിന്നും ബില്ല് ചെയ്തിട്ട് നേരെ നമ്മൾ പോയത് ജെൻസിൻ്റെ ഫ്ലോറിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ ബ്രദർ വന്നു. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് വലിയ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ ബ്രദർ വന്നതിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ നേരെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ നേരെ പോത്തീസിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. പിന്നെ നമുക്കിനി ജസ്റ്റ് താഴെ ചെന്നിട്ട് ഹൈപ്പറിലും കൂടി ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം അവിടെയും സാന്താക്ലോസ് ഫുൾ ക്രിസ്മസ് വൈബാണ് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ ബ്രദറൊക്കെ നേരെ ബാക്കറ്റൊക്കെ ആയിട്ട് കാറിലേക്ക് പോയി. അപ്പോൾ ഞാനും ഉമ്മയും കൂടെ പോത്തീസിൻ്റെ സൂപ്പർ സ്റ്റോറിലേക്കൊന്ന് പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അതും എല്ലാം ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ക്രിസ്മസിൻ്റെ ഐറ്റംസൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷയിലൊന്ന് നിന്നൊക്കെ നോക്കിയേനെ. അപ്പോൾ അവരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ സമയമായപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ടിലെത്തിയിട്ട് കയറുന്ന സമയത്ത് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് കണ്ട് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു. വരുന്ന വഴിക്ക് അമ്പലത്തിൽ ഉത്സവം കൂടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ റോഡിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുമൊക്കെ കണ്ടു നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇനിയിപ്പോൾ ബ്ലോക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തന്നെ പോകാനായിരുന്നു പ്ലാന്. കുറച്ച് ചെറിയ ആവശ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടന്നില്ല. കാരണം സന്ധ്യയായപ്പോൾ തിരക്ക് കുറച്ചും കൂടി കൂടത്തുള്ളായിരുന്നു. നമ്മൾ നേരത്തെ ഇറങ്ങിയത് തന്നെ ഈ ഒരു ബ്ലോക്കിലൊന്നും പെടണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് തിരിയുന്ന വഴി എടപ്പള്ളിയിൽ നമ്മൾ ഈ ജാനകിറാമിൻ്റെ ഷോപ്പുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ വട കുറച്ച് സ്പെഷ്യലാണ്. അവിടെ ഇറങ്ങി നമ്മൾ വടയും കൂടി പാഴ്സലൊക്കെ മേടിച്ചു. വീട്ടിൽ ചെന്നിട്ട് ചായ കുടിക്കാം എന്നുള്ള പ്ലാനിൽ അങ്ങനെ വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചപ്പം വീടിനടുത്തുള്ള കുട്ടികളാണെന്ന് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കരോള് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കരോള് വന്നു. ഞാൻ മേളിലിരുന്ന് സൗണ്ട് കേട്ടിട്ടാണ് ഓടിപ്പോയി നോക്കിയത്. അപ്പോൾ താഴെ അമ്നു അതും എല്ലാവരും ഇറങ്ങി നിന്ന് കരോളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പേടിയുണ്ടായിട്ടാണെന്ന് തോന്നുന്നു. അമ്നു ജസ്റ്റ് കരയുന്ന സൗണ്ടും എനിക്ക് താഴെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു. അങ്ങനെ ഒരു ക്രിസ്മസ് വൈബിൻ്റെ ഒരു ഫുൾ സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.